പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആമേൻ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വെള്ളിയാഴ്ച കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് പകലിലും ഏറിയ സന്തോഷത്തോടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ വരുവനായ ദൈവം ആമേൻ സഹായിച്ചു, ബലപ്പെടുത്തി. അതെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ലോകമെമ്പാടും ഭാരം, പ്രയാസം, ദുഃഖം അനേകരെ ആമേൻ നിരാശപ്പെടുത്തിയിരുത്തിയപ്പോൾ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നുവെന്ന് പറഞ്ഞ കർത്താവ് ആമേൻ ഈ പകലും കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തിയെങ്കിൽ ആ കരമടിച്ച് കർത്താവിന് മത്സരം കൊടുക്കാം. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ ആമേൻ കൈപിടിച്ച് നടത്തിയ നല്ല കർത്താവ് എന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആകുന്നതായിട്ടുണ്ട്. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെയിരുന്ന് അത്ഭുതകരമായി നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കുടുംബമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഈ രാത്രി ഞങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം എല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ അങ്ങ് ശക്തനായ ദൈവമാകുകയാണ്. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ പ്രസംഗിക്കപ്പെടുമ്പോൾ ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം വിശ്വസിക്കുന്നവരുടെ ഇന്ന് രാത്രിയിലും വെളിപ്പെടുത്തുവാൻ അങ്ങ് ശക്തനായ ദൈവമാകുകയാണ്. ഇന്ന് രാത്രി അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുക. പാടുവാൻ കൃപ നൽകിയ, പ്രാർത്ഥിപ്പാൻ കൃപ നൽകിയ, ശുശ്രൂഷിപ്പാൻ കൃപ നൽകിയ, പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ലായ അരുളി ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമം ദൈവവചന ശുശ്രൂഷയ്ക്കെതിരായി വ്യാപരിച്ചുകൊണ്ടിരിക്കും. എല്ലാ പോരുകളും എല്ലാ പോരാട്ടങ്ങളും യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നത്. കുടുംബങ്ങൾ, ചില വ്യക്തി ജീവിതങ്ങൾ, തലമുറകൾ രാത്രി ജീവിതങ്ങൾ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ. ശക്തിയോടെ ആ കരമുയർത്തി ഇരുന്നവനും ഇരിക്കുന്നവനും വീണ്ടും വരുന്നവനായ അൽഫയും ഒമേഗയുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വരും ദിവസങ്ങളിൽ വീഡിയോ കാണുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ട് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ, ചിന്തിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ വചനം വേഗത്തിൽ പങ്കുവച്ചിരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിശ്ചയമായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള സൗഖ്യവും വിടുതലും സമാധാനവും സന്തോഷവും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ചേർന്ന് പാടാം. സിയോൻ മണാളരേ ശാലോമേ പ്രിയനേ, സിയോൻ മണാളരേ ശാലോമേ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ തന്നെ തന്നെ ഒരു കുഞ്ഞു രാജ്യത്തിൽ വന്നു വാഴുവാൻ, തന്നെ ഒരു കുഞ്ഞു രാജ്യത്തിൽ വന്നു വാഴുവാൻ പറഞ്ഞേ വരവേറുന്നേരത്ത് അഴിയുന്നേരടാൻ
ലോകത്തു നിന്ന് പോയി മറയണേ, പോയി മറയണേ. ആമേൻ. കണ്ണിമയ്ക്കും മൊഴി നേരത്തു മുൻപൊഴിയത്, ആമേൻ. കണ്ണിമയ്ക്കും മൊഴി നേരത്തു മുൻപൊഴിയത്. ആമേൻ. ശലമമാളലേ, ശാലമിൽ തീയലേ, സിയമളാളലേ. ശാലമിൽ തീയലേ. നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ, തന്നെ ഒരു കുഞ്ഞുണ്ടാക്കി. വന്നു വാഴുവാൻ, കുഞ്ഞിനടുത്ത് വന്നു വാഴുവാൻ. കർത്താവിന്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ ആമേൻ വിശുദ്ധിയിൽ തികഞ്ഞവരായി ജീവിപ്പാൻ സമർപ്പിക്കപ്പെടുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏത് നേരത്തെന്ന് അറിയായികയാണ്. ഹല്ലേലൂയ. ഏത് നിമിഷവും ഹല്ലേലൂയ ഇവിടെ നിന്ന് ആമേൻ പോകുവാൻ ആമേൻ കൃപ ലഭിച്ച ദൈവമക്കൾ വിശുദ്ധിയിൽ ആമേൻ വേറിട്ട ജീവിതം നയിപ്പാൻ അതേ സമർപ്പണമുള്ളവരായിരിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീർ നിറഞ്ഞ ലോകത്ത് നിന്ന് ആമേൻ ഞാൻ പോയി മറയും. പക്ഷേ ആമേൻ വെട്ടിപ്പിടിച്ച് വ്യഗ്രതയിൽ ഓടി പലരും മണിസൗധങ്ങൾ പണിതുണ്ടാക്കി ഇവിടെ തന്നെ ഉറപ്പിക്കുവാൻ ഇവിടെ തന്നെ കിടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. കാരണം അവരുടെ ഓട്ടവും അവരുടെ പണിയും ഒക്കെ ഇവിടുന്ന് ആമേൻ പോകേണ്ടവരല്ലെന്നുള്ളതിലാണ്. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കണ്ണിമിക്കും നെടി നേരത്ത് ഹല്ലേലൂയ ആമേൻ ഇവിടെ നിന്ന് പറന്നു പോകേണ്ടവരാ. അതുകൊണ്ട് ആമേൻ മായയാകുന്ന ലോകത്ത് മണിസൗധങ്ങൾ കെട്ടിപ്പടുത്തുയർത്തി ഹല്ലേലൂയ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയതുപോലെ ആമേൻ പോകാൻ സാധ്യതയുള്ള ലോകത്താ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. കാരണം വെട്ടിപ്പിടിച്ചുണ്ടാക്കുന്നതൊക്കെ കളഞ്ഞിട്ട് പോകാൻ ഒക്കുവോ? പോയേ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യതയിൽ നിലനിൽക്കുന്ന ആമേൻ ആ പ്രതിഫലത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ലഭിക്കുന്ന ശിഷ്ടായുസ് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 4-ാം വാക്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും മടിയനാണോ? ഹല്ലേലൂയ. ഈ ഒരു ചോദ്യത്തോടു കൂടിയാ ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും മടിയനാണോ? ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ആമേൻ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് രാത്രി അധ്വാന ഭാരത്താൽ അലയുന്നവർ ആരെങ്കിലും ഈ ലൈവിൽ ഈ സന്ദേശം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ ലോകത്തിൽ എവിടെയൊന്നും ലഭിക്കാത്ത ആശ്വാസം ഇന്ന് രാത്രി നിങ്ങൾക്ക് നൽകുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഉലാവിക്കൊണ്ടിരിക്കുന്നു. അത് അനുഭവിക്കുന്നവർ ഓ കരമടി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ ഇപ്പോഴും മടിയനാണോ? ഹല്ലേലൂയ. ഒരിക്കലും മടിയനായിരിക്കുവാൻ ആരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നില്ല. അലസനായിരിക്കാൻ ദൈവം ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. മന്ദബുദ്ധിയെ പോലെ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഒരു മന്ദബുദ്ധിയെ പോലെ, നീ ഒരു അലസനായി, നീ ഒരു മടിയനായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരാന്നറിയാമോ? ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിനെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വിചാരത്തോട് ഒരു മുഴം പോലും കൂട്ടുവാൻ കഴിയത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ഉയരത്തിലെ ചിന്തകൾ നീ കേൾക്കാൻ തയ്യാറാകുമ്പോൾ ഉയരത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നീ സമർപ്പിക്കപ്പെടുമെങ്കിൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ കാണിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രോതാവേ, നിന്റെ അലസതയൊന്ന് മാറ്റി, നിന്റെ മടിയൊന്ന് മാറ്റി. അടുക്കളയിൽ അലസതയാ. അതുകൊണ്ട് വല്ലവരും അടുക്കളയിൽ കയറിയാൽ കിടക്കുന്നത് കണ്ടാ അല്ലെ, ബെഡ്റൂമിൽ അലസതയാ, ആമേൻ, ഡൈനിങ് ഹാളിൽ അലസതയാ, നിന്റെ ജോലി സ്ഥലത്ത് അലസതയാ, ആകെ മൊത്തം ടോട്ടൽ നീ തന്നെ ഒരു അലസതയാ. ആമേൻ. പണ്ട് ദുർബല, ഇപ്പോ
ഗർഭിണി എന്ന് പറയാറില്ലേ? എന്നതുപോലെയാ ആമേൻ. ഇന്ന് രാത്രി നിന്റെ അലസതയെ മാറ്റുന്ന, നിന്റെ മടിയെ മാറ്റുന്ന, നിനക്ക് ഉന്മേഷം പകരുന്ന, നിനക്ക് ഊർജം പകരുന്ന ഉയരത്തിലെ ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവന്റെ പകരം ഹല്ലേലൂയ. ആമേൻ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. വായിക്കാം. ആമേൻ. സദൃശവാക്യങ്ങൾ 13:4. മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. നീ മടിയനാണെങ്കിൽ നീ പരീക്ഷയ്ക്ക് ആമേൻ അത് 80% മേടിച്ചാൽ ആഗ്രഹിച്ചാൽ 60 പോലും കിട്ടത്തില്ലെന്ന്. എന്താ കാര്യം? മടിയനാണ്. മടിയനും അലസനും. വചനം പറയുന്നു മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. കൊതി എന്താ? കൊതി ഒരുത്തന്റെ കയ്യിൽ ഒരു ആപ്പിൾ ഇരിക്കുമ്പോ വെള്ളം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അയലോക്കത്തെ പലതും കാണുമ്പോ കൊതി വിട്ടിട്ട് കാര്യമില്ല. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ആമേൻ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ദൂത. മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഹല്ലേലൂയ ആമേൻ. സദൃശവാക്യം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ മടിയാ നീ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്ക. ഹല്ലേലൂയ. ആകാശത്തിലെ പറവകളെ നോക്കി, കരയുന്ന കാക്കക്കുഞ്ഞിനെ നോക്കി, വയലിലെ താമരയെ നോക്കി. ഹല്ലേലൂയ. 2 കാലിൽ നിവർന്നു നിൽക്കത്തക്ക വിധത്തിൽ ബുദ്ധിയും ജ്ഞാനവും വിവേകവും നൽകി ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് നിർത്തിയ മനുഷ്യനോട് പറയാ, മടിയാ നീ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠി. മടിയാ മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. അടുത്തത് ഉത്സാഹികളുടെ പ്രാണനോ ഉണർന്നിരിപ്പി, നിർമ്മലരായിരിപ്പി, പുരുഷത്വം കാണിപ്പി, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രോതാവേ നിന്നോട് പറയുക, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടി ഉണ്ടാകും. ആമേൻ. ഉത്സാഹത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? നിരുത്സാഹം. ഹല്ലേലൂയ. അതെ, നിരുത്സാഹപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ, പ്രവൃത്തികൾ, വാക്കുകൾ നിന്റെ ജീവിതത്തിന് മുമ്പേ ഉയർന്നു പോകുമ്പോൾ ഹല്ലേലൂയ നീ ഒതുങ്ങിപ്പോകാതെ ഉത്സാഹത്തോടെ മുൻപോട്ട് പോകുക. നിന്നെ ശക്തീകരിക്കുന്ന ഉന്നത ജീവന്റെ വചനം വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉറങ്ങിയിരിക്കുന്നവരുടെ മേലല്ല, കാത്തിരിക്കുന്നവരുടെ മേൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉത്സാഹമുണ്ട്? എത്ര പേർക്ക് ഉന്മേഷമുണ്ട്? ഹല്ലേലൂയ. എനിക്കൊന്ന് ശക്തിപ്പെടണം, എനിക്കൊന്ന് മുന്നേറണം, എനിക്കൊന്ന് ഉയരണം. ഹല്ലേലൂയ. എന്റെ അതിരൊന്ന് വിശാലമാകണം. ഹല്ലേലൂയ. മടിയാ നീ കൊതിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ നിനക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഉത്സാഹിയുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. ഹല്ലേലൂയ. ഉത്സാഹം ഉണ്ടാകണമെന്നേ. എങ്ങനെ ഉത്സാഹം? ഹല്ലേലൂയ. ആമേൻ. അതെ, ഉറുമ്പിനെ കാണുമ്പോൾ നിനക്ക് ഉത്സാഹം ഉണ്ടാകണം. നിന്റെ മുമ്പിൽ ശക്തമായി കർത്താവിന്റെ വേലയുടെ മുഖത്ത് ശോഭിക്കുന്നവരെ കാണുമ്പോ ഏലിയാവിന്റെ കാലത്ത് ഏലീശയ്ക്ക് ഒരു ഉത്സാഹം. എന്താ ഉത്സാഹം ഉണ്ടായത്? അവന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഉത്സാഹം വേണോ നീ? ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്ത് കേട്ടിട്ട് ഉറങ്ങിയിരിക്കുന്നവരുണ്ട്, മയങ്ങിയിരിക്കുന്നവരുണ്ട്. അത് ഈ ഉറക്കവും മയക്കവും ഒക്കെ കൊണ്ടുവരുന്നത് സാത്താനാണ്. ഹല്ലേലൂയ. നിന്നെ മയക്കി കിടത്താൻ, അല്ലേ? ദലീല ശിംശോനെ മടിയിൽ ഉറക്കി കിടത്തിയത്
നിന്നെ ഉറക്കിക്കെടുത്തുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ നീ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി സ്ഥാപിക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നിന്റെ മേലുള്ള അഭിഷേകം ചോർന്നു പോകും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ മടിയനാണെന്ന് മനസ്സിലാക്കുന്നത് ഹല്ലേലൂയ ആ അലസതയിൽ നിന്ന് സ്വയം പുറത്തു കടക്കുന്നതിന്റെ തുടക്കമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നിങ്ങൾ മടിയനാണെന്ന് മനസ്സിലാക്കുന്നത് ആമേൻ. ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കുക. രാജാക്കന്മാരെ പോലെ വാഴുവാനാക്കി വെച്ച നീ അടിമയെ പോലെ ഇന്ന് കഴിയുകയാണെങ്കിൽ അത് ആരുടെ കുഴപ്പമാ? നിന്റെ കുഴപ്പമാ. നീ വാഴേണ്ടവനല്ലേ? ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കപ്പെടേണ്ടവനല്ലേ? നിന്നെ നിരുത്സാഹപ്പെടുത്തി ആമേൻ. ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനെ നിരുത്സാഹപ്പെടുത്തുന്ന അനവധി വാക്കുകൾ, അനവധി പ്രവൃത്തികൾ അവന്റെ ജീവിതത്തിന് മുമ്പിൽ ഉയർന്നു വന്നപ്പോൾ അവരെ ശക്തീകരിപ്പാൻ അവൻ പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവനായതുകൊണ്ട് ഉയരത്തിലെ ദൂതനെ ദൈവം അയച്ചു. ഇന്ന് രാത്രി നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിന് മുമ്പിൽ ഉയർന്നു പോകുമ്പോൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ദേശത്ത് നിന്നെ ശക്തീകരിപ്പാൻ ദൈവം തന്നെ ആത്മാവിനെ അയക്കും. യോർദാനിൽ ആമേൻ അതെ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ പുറപ്പെട്ട യേശുവിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ഹല്ലേലൂയ. എന്നാൽ അവൻ നിരുത്സാഹപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. അവൻ നിരുത്സാഹപ്പെട്ട അതേ സ്ഥലത്ത് യോർദാനിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്കിക്കേ, ഇവൻ ശരിയല്ല, ഇവൻ കൊള്ളത്തില്ല, ഇവന്റെ ജനനം ശരിയല്ല. ഇവൻ വേശ്യയുടെ മകന്, ഇവൻ അച്ഛന്റെ മകന്, ഇവൻ അപ്പനില്ലാത്തവന് ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തുന്നവർ കേൾക്കേ സ്വർഗം അവന് വേണ്ടി ആമേൻ സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി അതേ യോർദാൻ, അതേ മരണകരമായ യോർദാന്റെ വൻകാട്ടിൽ കയറിപ്പോയി അതേ ഒരു വിശാലതയ്ക്ക് വേണ്ടി മരം മുറിച്ച അതേ ശിഷ്യന്മാരുടെ കോടാലി ഊരി യോർദാനിൽ വീണു. ഹല്ലേലൂയ. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ഉയർന്നു നിന്ന യോർദാൻ. എന്നാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ ചവിട്ടിയപ്പോഴാ. അതേ പ്രവാചകൻ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിൽ ഇട്ടപ്പോഴാ കോടാലി പൊങ്ങി വന്നത്. യോർദാൻ രണ്ടായി വിഭജിക്കപ്പെട്ടത്. നിന്ദിക്കപ്പെടുന്ന അതേ യോർദാനിൽ മരണകരമായ യോർദാനിൽ യേശു ഇറങ്ങി സ്നാനം കഴിച്ചപ്പോ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശബ്ദം കേട്ടു. അതെ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം തുറക്കുകയാ. എവിടെയാ പ്രാർത്ഥിച്ചത്? ആ യോർദാനിന്റെ കരയിൽ. എന്താ യോർദാന്റെ പ്രത്യേകത? ഇരുകരയിൽ കവിഞ്ഞൊഴുകുന്ന യോർദാനാ, മരണ യോർദാനാ. ഇന്ന് രാത്രി നിന്റെ മുമ്പിലുള്ള പ്രശ്നത്തിന്റെ മീതെ ഉയരത്തക്ക വിധത്തിൽ മുഴങ്ങാൽ മടക്കുന്ന പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം തുറക്ക്. സ്വർഗത്തിൽ നിന്ന് ആത്മാവ് പ്രാപന്ന പോലെ ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമൈകളെ, അതെ യോർദാൻ രണ്ടായി വിഭജിക്കപ്പെട്ടത്. അതെ യോർദാനിൽ ഊരി നീണ്ട കോടാലി പൊങ്ങി വരുവാനിടയായിക്കൊണ്ടതുപോലെ എന്നതാണ് നഷ്ടപ്പെട്ടത്. ഇന്ന് രാത്രി ഉയർന്നു വരത്തക്ക വിധത്തിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാ. നീ ഒന്ന് കാണിച്ചു കൊടുക്കുക. എവിടെയാണ് പ്രശ്നം? ഇന്ന് രാത്രി നീ ഒന്ന് സമ്മതിക്കുക. നഷ്ടപ്പെട്ടു പോയ കൃപ, നഷ്ടപ്പെട്ടു പോയ ദർശനം, നഷ്ടപ്പെട്ടു പോയ സന്തോഷം, കൈവിട്ടുപോയ പലതും തിരികെ പ്രാപിക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നീ കാണിച്ചു കൊടുക്കുക. എവിടെയാ വീണു പോയത്? ഹല്ലേലൂയ. എവിടെയാ നിന്റെ കുടുംബത്തിനകത്ത് വീഴ്ച പറ്റിയത്? എവിടെയാ നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടത്? ഇന്ന് രാത്രി നീ അത് സമ്മതിക്കുക. നീ അതേ കർത്താവിനോട് പറ, കർത്താവേ, എന്റെ കുറവ് കൊണ്ടാണ്, എന്റെ മടി കൊണ്ടാണ്, എന്റെ അലസത കൊണ്ടാണ്, എന്റെ അതേ തീഷ്ണതയില്ലായ്മ കൊണ്ടാണ്. ഹല്ലേലൂയ. മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഉത്സാഹയുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകാം. ഹല്ലേലൂയ. നിങ്ങൾ മടിയനാണെന്ന് മനസ്സിലാക്കുന്നത് ആ അലസതയിൽ നിന്ന്
സ്വയം പുറത്തു കടക്കുന്നതിന്റെ തുടക്കമാണ്. ഇന്നൊരു പുതിയ തുടക്കം. ഹല്ലേലൂയ. ആമേൻ. നീ തിരിച്ചറിയ. ആമേൻ. നീ സമ്മതിക്ക്. ആമേൻ. ഒന്ന് മുന്നോട്ട് പോകുവാൻ അതൊരു ആമേൻ നിനക്ക് നിമിത്തമാകും. ഹല്ലേലൂയ. ആമേൻ. നവോമി ആമേൻ ആമേൻ മനസ്സിലാക്കി. ആമേൻ. ഞാൻ മോവാബിലേക്ക് വന്നതുകൊണ്ടാ എനിക്ക് ഈ നഷ്ടം, എനിക്ക് ഈ കഷ്ടം, എനിക്ക് ഈ വേദന, ആമേൻ, എനിക്ക് ഈ നിരാശ, ഈ കയ്പ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആമേൻ. അവൾക്ക് മനസ്സിലായി. അവൾ കം ബാക്ക്. അവൾ മടങ്ങി പോകുവാൻ തയ്യാറായി. ആമേൻ. നോട്ട് എനി ബാക്ക്. ഹല്ലേലൂയ. നിങ്ങൾ മടിയനാണെന്ന് മനസ്സിലാക്കുന്നത് ഈ അലസതയിൽ നിന്ന് സ്വയം പുറത്ത് കടക്കുന്നതിന്റെ തുടക്കമാണ്. ഹല്ലേലൂയ. ഓ, നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ തിരിച്ചറിയുവാനും ആമേൻ അവയ്ക്ക് പരിഹാരം കാണാൻ തയ്യാറാകാനും ആമേൻ കഴിയുക എന്നത് നമ്മെ സഹായിക്കാനായി ദൈവത്തെ അന്വേഷിക്കുന്ന ആമേൻ ഒരു വ്യക്തിയുടെ മനോഭാവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ മനോഭാവം എങ്ങനെയാ? ഹല്ലേലൂയ. അത്യുന്നതൻ ആമേൻ തന്റെ വചനത്തിലെ ആമേൻ അതെ ആഴങ്ങൾ ആമേൻ അതെ മനസ്സിലാക്കി ഹല്ലേലൂയ എല്ലാ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും ആമേൻ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവർത്തിയിൽ അതെ വലിയവനായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ തന്നെ കാത്തിരിക്കുന്നവരുടെ മേൽ ഇന്നും പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ അതേ നിങ്ങൾ ശക്തീകരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മേൽ വെളിപ്പെടുത്തേ അവയെ മുന്നോട്ട് നയിപ്പാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. 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 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ തന്റെ ജനനം മുതൽ താൻ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അതില് ഒരു ഉദാഹരണമാണ് യോർദാനിൽ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ആമേൻ താൻ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഗലീലക്കടലിൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ. എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന് പ്രസംഗിച്ച അരുമനാഥന്റെ പ്രസംഗം കേട്ട ഒന്നാമനായ പത്രോസ് ആമേൻ ആമേൻ ശേഷം ഹല്ലേലൂയ ദൈവസഭയുടെ അംഗമായി പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ ദൈവം തെരഞ്ഞെടുത്ത് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വേർതിരിക്കപ്പെട്ട ശിഷ്യന്മാർ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ തന്റെ ജീവിതത്തിന് മുമ്പിൽ ഉയർന്നു പൊങ്ങിയ പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽപ്പാനുള്ള കൃപ തന്റെ പുത്രന്റെ മേൽ ദൈവം പകർന്നു കൊടുത്തു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അതേ 19-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം ഹല്ലേലൂയ നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ അവസാന സമയത്ത് തന്റെ പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നാം രണ്ടാമതായി വായിച്ച വേദഭാഗം. എന്താണ്? യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം. എന്താ? യേശുവിന് കുടിക്കാൻ നല്ല വെള്ളമില്ലായിരുന്നു. വാക്കിനാൽ ഉളവാക്കിയ ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലതും ഉണ്ടാക്കിയവൻ അവനെ കൂടാതെ ഇവിടെ ഒന്നും ഉണ്ടായില്ലെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, സകലത്തെയും ഉണ്ടാക്കിയവൻ, സകലത്തെയും ചമച്ചവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. സിട്ടാവിൽ നിന്നും അകന്നുപോയ മാനവരാശിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവവചനത്തിന്റെ നിവൃത്തി എന്നോണം ഈ ഭൂമിയിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മരണത്തോടടുത്ത സമയം ദാഹിച്ചപ്പോ ആമേൻ ഒരു ഗ്ലാസ് നല്ല വെള്ളം കൊടുക്കാൻ ഈ ലോകത്തിന് കഴിഞ്ഞില്ലെന്ന്. അതെ, മുമ്പ് പ്രസവിച്ച മക്കൾ ഒരു പക്ഷേ നിനക്ക് അനുകൂലമല്ലായിരിക്കാം. അതെ, നിന്റെ ജീവിതത്തിൽ ഒരു ഗ്ലാസ് വെള്ളം തന്നില്ലായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നത് കൃപയാ. ദൈവം അയച്ച സമയം മുതൽ അവസാന നിമിഷം വരെ അവന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങിയ പ്രതികൂലങ്ങൾക്ക് അവനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. നിൽക്കുവാനുള്ള കൃപ
അവന്റെ മേൽ ദൈവം പകർന്നു. ഹല്ലേലൂയ. അങ്ങനെ അവന്റെ പ്രാണനെ, ഹല്ലേലൂയ, അവന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എപ്പോഴാ? ആമേൻ. നിവൃത്തിയായി എന്ന് പറഞ്ഞു. എന്ത് നിവൃത്തിയായി? ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം ലക്ഷ്യമില്ലാത്തൊരു ജീവിതമായിരുന്നില്ല. അവൻ ഇവിടെ ജനിച്ചത് ഒരു ലക്ഷ്യത്തോടു കൂടെയാ. അവൻ ജനിക്കുന്നതിന് ആമേൻ വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തി പുസ്തകം ആമേൻ അതേ 3-ാം അധ്യായം 16-ാം വാക്യം മുതൽ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം വരെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ ശക്തമായി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ BC 700-ൽ ജീവിച്ചിരുന്ന ഹല്ലേലൂയ അതേ യെശയ്യാവ് പ്രവചിച്ച പ്രവചനം ആമേൻ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു അങ്കിളുമായി ഞാൻ ദൈവവചനം പങ്കിട്ടപ്പോൾ അങ്കിൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ആമേൻ അവൻ വീഞ്ഞും ആമേൻ തേനും തൈരും നന്മതിന്മയെ കുറിച്ച് അറിയുന്നത് വരെ ഹല്ലേലൂയ അവൻ തൈരും ആമേൻ തേനും ഹല്ലേലൂയ ആമേൻ നോക്കുക. ആമേൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചോ അവൻ എന്തിനു വേണ്ടി ജനിക്കുന്നുവെന്നോ അവന്റെ ജനനം കൊണ്ട് ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്നോ ദൈവനാമം എങ്ങനെ മഹത്വപ്പെടുമെന്നോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് ലക്ഷ്യമില്ലാതെ അല്ല, അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവനെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയോ ആ ലക്ഷ്യമോ അവൻ നിറവേറ്റി എന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ട് അവന്റെ അവസാന സമയം അവൻ ദാഹിച്ചപ്പോൾ ലോകം അവൻ കുളിച്ച വീഞ്ഞ് കൊടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവം നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യുവാൻ തയ്യാറാകുമ്പോ ഈ ലോകം നിനക്ക് മധുരമുള്ളതല്ല തരുന്നത്, കൈപ്പാറിയ കാടിയ നിനക്ക് തരുന്നത്. ലോകം നിനക്ക് സപ്പോർട്ടല്ല. ഈ ലോകം നിന്നെ പകയ്ക്ക്, ഈ ലോകം നിന്നെ പുച്ഛിക്കോ. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിലോ അവന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവൻ പറയുകയാണ് നിവൃത്തിയായി. എന്താ നിവൃത്തിയായത്? പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചത് നിവൃത്തിയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയമുള്ള ദൈവ പൈതലേ, കൂടപ്പറപ്പ്, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഈ ലോക ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഹല്ലേലൂയ ദൈവം ഏൽപ്പിച്ചത് നിവൃത്തീകരിച്ചെന്ന് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്താണ് ഇന്ന് രാത്രി ദൈവം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ലക്ഷ്യമല്ലാതാകരുത്. ഒട്ടക്കളത്തിൽ ഓടുമ്പോ ഒരു ലക്ഷ്യമുണ്ട്, വിരുദ് പ്രാപിക്കണമെന്ന്. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആസന്നമായി കൊണ്ടിരിക്കുകയാ. ഇവിടെ കേവലം 70, 80, 90 ഹല്ലേലൂയ രോഗസൗഖ്യവും വിടുതലും നന്മയും വെട്ടിപ്പിടിക്കാനും ഉതകുന്ന വിദേശ യാത്രയും സ്വദേശത്ത് നന്മയുണ്ടാക്കുന്നതിന് പുറകെ ഓടി സമയം കളയുമ്പോൾ ഇന്ന് രാത്രി കർത്താവിന്റെ വരവിന് മുമ്പ് ദൈവം നിന്നെ ഏൽപ്പിച്ചത് നിവർത്തീകരിപ്പാൻ, നിന്റെ ആയുസ്സിൽ നിന്നിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ കണ്ടിരിക്കുന്ന മഹത്തായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തന്റെ പുത്രൻ നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലതായിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന തലമുറകൾ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. ആയുസ്സിന്റെ മധ്യത്തിൽ നിന്നെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ച് ആക്സിഡന്റിലോ ആത്മഹത്യയിലോ നിന്നെ തകർക്കുവാൻ ദുഷ്ടപിശാച് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ലോകം നിനക്ക് കൈപ്പ് കാടി തന്നാലും ഹല്ലേലൂയ നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ ക്രിസ്തുവിനെ പോലെ ഹല്ലേലൂയ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയ ദൈവം വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ഹല്ലേലൂയ വിളിച്ചവന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട്
ആമേൻ അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ. ആമേൻ. എന്താണ് അവിടെ പൂർത്തിയാക്കിയത്? ഹല്ലേലൂയ. എന്താണ് ദൈവപുത്രനായ യേശു പൂർത്തിയായത് എന്ന് പറഞ്ഞത്? ഹല്ലേലൂയ. തന്നെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന മുഴുവൻ ലക്ഷ്യവും പൂർത്തീകരിച്ചു വന്ന് തീർച്ചയായും അവൻ എന്ത് ചെയ്യാണ്? ആമേൻ പറയുകയാണ്. ഹല്ലേലൂയ. എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ ആമേൻ അതെ മുഴുവൻ ലക്ഷ്യവും. ഹല്ലേലൂയ. Glory to God. യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഹല്ലേലൂയ. ആമേൻ. സുഖാർ എന്ന പട്ടണത്തിൽ ആമേൻ അതെ ആ ശമരിയക്കാരി സ്ത്രീയോട് ഹല്ലേലൂയ യേശു കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ തന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കായ ശിഷ്യന്മാര് ആകാര കാര്യങ്ങളുടെ ക്രമീകരണത്തിന് വേണ്ടി പോയി. ഹല്ലേലൂയ. ഒരാത്മാവിനെ നേടുവാൻ ആത്മഭാരത്തോടെ യേശു വന്ന് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാര് ആഹാരം വാങ്ങാൻ പോയത്. ഹല്ലേലൂയ. ഇന്നുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ആ ദൗത്യം ആമേൻ ഇമ്പോർട്ടന്റ് ആയി കാണുന്നതിനേക്കാൾ ഉപരി ഈ ലോകത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവരുണ്ട്. അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. ഇവിടെ ഇതാ ഈ സാഹചര്യത്തിൽ ആമേൻ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യത്തിലാണ് കാണുന്നത്. യേശു അവരോട് പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഹല്ലേലൂയ. അതെ ഇവിടെ ആഹാരം എത്ര ടേസ്റ്റോട് കൂടെ ഉണ്ടാക്കി കഴിക്കണം, ഏത് ഡ്രസ് ഇടണം, ഏത് വാഹനം വാങ്ങണം, ഏത് വീട് പണിയണം, ഏത് രീതി പണിയണം എന്നൊക്കെ ചിന്തിച്ച് ആമേൻ ലോകജനം ഓടുന്നത് പോലെ ഓടുന്ന അനേകരുണ്ട്. എന്നാൽ ആമേൻ ഇവിടെ ഇതാ യേശു കർത്താവ് ശമരിയ പട്ടണത്തിൽ ശമരിയക്കാരി സ്ത്രീയെ യഥാർത്ഥമായ ആരാധനയിലേക്ക് അതെ കൈപിടിച്ച് നടത്തുവാനായി ആത്മഭാരത്തോടെ ചിന്ത നിൽക്കുമ്പോൾ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ ആകാര കാര്യങ്ങളുടെ പുറകെ പോയെന്ന് ഇന്ന് രാത്രി അതെ നിന്നെ ഏൽപ്പിച്ചത് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വരവിന് മുമ്പ് ശുഷ്കാന്തിയോടെ ചെയ്യാ നീ സമർപ്പിക്കപ്പെടുമ്പോൾ കൂടെ ഇറങ്ങിയവരും കൂടെ മുങ്ങിപ്പൊങ്ങിയവരും ഒരുപക്ഷെ അതിൽ നിന്ന് വ്യതിചലിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി അതെ നിന്നെ ഏൽപ്പിച്ചത് തിരിച്ചറിഞ്ഞ് അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവരെ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവം ഹല്ലേലൂയ നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ അതെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെങ്കിൽ ഹല്ലേലൂയ സമർപ്പിക്കണം. ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. രാമെന്നോ പകലെന്നോ ഇല്ലാതെ അതിനുവേണ്ടി തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. അതെ മടിയൻ കൊതിച്ചിട്ടും ഒന്നും നേടുന്നില്ല. ഹല്ലേലൂയ. ഉത്സാഹിയോ ഹല്ലേലൂയ തന്റെ ഉത്സാഹം നിമിത്തം പുഷ്ടി പ്രാപിക്കും. ഹല്ലേലൂയ. നിനക്ക് ഉത്സാഹമുണ്ടോ? ആമേൻ. പ്രാർത്ഥനയ്ക്ക് ഉത്സാഹമുണ്ടോ? ആരാധനയ്ക്ക് ഉത്സാഹമുണ്ടോ? ആമേൻ. പ്രസംഗിക്കാൻ ഉത്സാഹമുണ്ടോ? ശുശ്രൂഷിക്കാൻ ഉത്സാഹമുണ്ടോ? അതോ അതിനേക്കാൾ ഉത്സാഹം വെട്ടിപ്പിടിക്കാനാണോ? ആമേൻ. ഉത്സാഹത്തോട് പോയ ആമേൻ പ്രവാചക ശിഷ്യന്റെ കോടാലി ഊരിപ്പോയെന്ന് ഇന്ന് രാത്രി ആമേൻ നിന്റെ അതിന് വിശാലമാക്കാൻ വെട്ടിപ്പിടിക്കാൻ ഓടുന്ന ഓട്ടത്തിൽ ഊരിപ്പോയോ? ആമേൻ. അതെ സന്തോഷം കെട്ടുപോയോ? ഇന്ന് രാത്രി ഈ പ്രവാചകനെ വിളിച്ച അതെ സ്ഥലം കാണിച്ചു കൊടുത്തതുപോലെ യേശുവിനെ വിളിക്കുക. യേശുവേ എന്റെ ഓട്ടത്തിൽ എന്റെ സന്തോഷം പോയിപ്പോയി, എന്റെ ആമേൻ കൃപ ചോർന്നുപോയി, എന്റെ അഭിഷേകം ചോർന്നുപോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓടുന്ന ഓട്ടത്തിൽ നഷ്ടപ്പെടുന്നത് തിരിച്ചറിഞ്ഞ് ആമേൻ ആ സന്തോഷം തിരികെ പ്രാപിക്കുവാൻ ദാവീദ് നിലവിളിച്ചതുപോലെ ഇന്ന് രാത്രി ഒന്ന് നിലവിളിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഇവിടെ ഒരു കാര്യം ഞാൻ ഊന്നി പറയട്ടെ. എന്നെ അയച്ചതാരാ? ഹല്ലേലൂയ. ആമേൻ. ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗീയ ദർശനം പ്രാപിച്ച് അതെ ആമേൻ അതെ പൗലോസ്ലീഹ പറയുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാകുന്നു. ആമേൻ. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവനാണ് എന്റെ ഉപനിധി. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ യേശു പറയുകയാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. സഹോദരങ്ങളെ ആമേൻ. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഹല്ലേലൂയ. യേശു അയച്ചെടുത്ത് പോടാ, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. യേശുവിനെയാണ് അനുഗമിക്കേണ്ടത്.
സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ, ആമേൻ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. ഹല്ലേലൂയ. നീ ലോകത്തിൽ ഒറ്റ നായകനേ ഉള്ളൂ. നായകനാവൻ നമുക്ക് മുമ്പേ കൽവഴികളെ ഓ നായകനാവൻ നമുക്ക് മുമ്പേ കൽവഴികളെ നിരത്തിടുന്നവൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് പാടാൻ കഴിയും? അതിന് നല്ല നായകൻ ആമേൻ യേശു മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആധാരം. ആമേൻ. ചിലര് വചനം കേട്ടാലും കണ്ണു അടച്ചുകൊണ്ടിരുന്നിട്ട്, ആമേൻ, പാട്ട് പാടിയാലും കണ്ണു അടച്ചുകൊണ്ടിരുന്നിട്ട്, ആമേൻ, നിർത്താൻ പറഞ്ഞ നിർത്തത്തുമില്ല, ശ്രദ്ധിക്കത്തുമില്ല. ആമേൻ. അലസത, ആമേൻ, നിനക്കൊന്നും പ്രാപിക്കാൻ ഒക്കത്തില്ലെന്ന്. ഉത്സാഹം വേണം. ഹല്ലേലൂയ. ഉത്സാഹത്തോടെ പാടണം, ഉത്സാഹത്തോടെ വചനം വായിക്കണം, ഉത്സാഹത്തോടെ പ്രവർത്തിക്കണം, ഉത്സാഹത്തോടെ പ്രവർത്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അലസത മാറുന്നേ, മടി മാറ്റുന്നേ, ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിക്കുന്നേ, ആകാശത്തിലെ പറക്കുന്ന പറവയെ നോക്കുന്നേ, വയലിലെ താമരയെ നോക്കുന്നേ. ഭക്തനായ ഇയ്യോബിനോട് പറഞ്ഞു, ആ കരയുന്ന കാക്കക്കുഞ്ഞിനെ നോക്കിക്കേ, അതിന് തീനെത്തിച്ചു കൊടുക്കുന്നത് ആരാ? ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം തന്നെ ഏൽപ്പിച്ച ഉദ്ദേശം നിവർത്തിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ആമേൻ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരുടെ ഇടയിൽ ഹല്ലേലൂയ ജീവിച്ചിരുന്ന മോശ ആ മരുഭൂമി പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ. ഹല്ലേലൂയ. പിച്ചള സർപ്പം എന്നൊക്കെ കേൾക്കുമ്പോ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ പിന്നെ സർപ്പത്തെ ആരാധിക്കാലോ, പിച്ചളകളിലല്ല ഉണ്ടാക്കി, അപ്പൊ വിഗ്രഹത്തെ ഉണ്ടാക്കാലോ. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഉയർത്തിയാൽ എന്താ? സോറി, ഹല്ലേലൂയ. ആ പിച്ചള സർപ്പത്തെ നോക്കിയവരെ കടിച്ചു. അപ്പൊ അതിന് ജീവനുണ്ടോ? നമ്മൾ അതിന്റെ പുറകെ പോകുന്നില്ല. ഇന്ന് രാത്രി യേശു കർത്താവിന്റെ ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിന്റെ ആ ഉദ്ദേശം, ആ ലക്ഷ്യം നിവർത്തിക്കാനായിരുന്നു. എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിലൂടെ നിവർത്തിയായത്? അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്കെന്താണ് നേട്ടമുള്ളത്, ദൈവത്തിന് എന്താണ് അതുകൊണ്ട് മഹത്വമുള്ളത്? ഇന്ന് രാത്രി അതാ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവ പൈതലേ, നീ ഈ ഭൂമിയിൽ ജനിച്ചത് കൊണ്ട് നിന്നിലൂടെ ദൈവം എന്താണ് ചെയ്തെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിന് എന്താണ് മഹത്വമുള്ളത്? നീ ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ എന്താണ് ദൈവം ചെയ്തെടുക്കുന്നത്? ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞാൽ നീ അലസനായി ഇരിക്കത്തില്ല, നീ മടിയനായി ഇരിക്കത്തില്ല, നീ ഉത്സാഹമുള്ളവനായി തീഷ്ണതയോടെ കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യുവാൻ തക്കവണ്ണമിടയായിത്തീരും. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിന്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പോ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ആമേൻ മാനവരാശിക്ക് നിത്യജീവൻ, നിത്യത, ആത്മാവിന്റെ രക്ഷ, ഇതായിരുന്നു യേശു കർത്താവിന്റെ ഒന്നാമത്തെ ആമേൻ വരവിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ആമേൻ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്നെ വിധിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ കൊള്ളത്തില്ല, നീ ശരിയല്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ
നിന്നെ ശരിയാക്കി നിത്യതയ്ക്ക് അവകാശിയാക്കി മാറ്റുവാൻ ഉലകത്തിൽ ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. ഈ യേശുവിന്റെ ഇഹലോക ജീവിതത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം ആമേൻ നിത്യത നഷ്ടപ്പെടുത്തിയ ദുഷ്ടപിശാചിന്റെ ആമേൻ അടിമയായി ജീവിക്കുന്ന മാനവകുലത്തെ നിത്യജീവൻ അവകാശിയാക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി നിത്യത നഷ്ടപ്പെടുത്തുന്ന പാപ സ്വഭാവങ്ങളിൽ സമയം ചെലവഴിച്ച് അവൻ നിത്യനാശത്തിന് ഇരയാകരുതേ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്നേഹിത, ഈ സത്യം നീ നിഷേധിച്ചാലും വിഷയമില്ല. ഈ സത്യം നീ അറിയാതെ പോകരുത്. ഇത് മാത്രമേ സത്യമുള്ളൂ. ഹല്ലേലൂയ. ഈ സത്യം നീ അറിഞ്ഞാൽ ഈ സത്യം നിന്നെ സ്വതന്ത്രനാക്കും. ആമേൻ. നിന്നെ ആമേൻ ആമേൻ നിരുത്സാഹപ്പെടുത്തി അലസനാക്കി മടിയനാക്കി ഉറക്കി ആമേൻ ദരിദ്രനാക്കി ആമേൻ നിന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്നെ ഹല്ലേലൂയ ആമേൻ അതെ തന്റെ ഏകജാതന പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹിത, നിനക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് ആ സന്തോഷമോ ആ ആനന്ദമോ ആ പ്രത്യാശയോ അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നിന്നെ അലസനാക്കി, നിന്നെ മടിയനാക്കി, നിന്നെ നിരുത്സാഹിയാക്കി ഇരുത്തിയിരിക്കുന്ന പൈശാചികന്റെ തന്ത്രങ്ങളെ നീ എതിർത്ത് അതിനെ ജയിക്കുവാൻ ഉയരത്തിലെ വചനത്തിന്റെ ശക്തി നീ പ്രാപിക്കണം. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. 6-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 51-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഹല്ലേലൂയ. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നതിന്റെ പരമോന്നതമായ ലക്ഷ്യം ഹല്ലേലൂയ അതെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് നിത്യനാശത്തിന് ഹേതുവായി വീണ മനുഷ്യനെ ഹല്ലേലൂയ അവനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി യേശു ക്രൂശിൽ യാഗമാകേണ്ടി വന്നു. ഹല്ലേലൂയ. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ലക്ഷ്യം അവൻ യാഗമായി തീരുക എന്നുള്ളതാണ്. ആർക്കു വേണ്ടി? പാപം ചെയ്ത സ്നേഹിത നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ യേശു കർത്താവിന്റെ ഈ ലോക ജീവിതത്തിലെ ഓരോ സമയവും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അവൻ ഉത്സാഹമുള്ളവനായിരുന്നു. അവൻ പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവനായിരുന്നു. അവൻ ആലയത്തിൽ ഉത്സാഹമുള്ളവനായിരുന്നു. അവൻ ശുശ്രൂഷയിൽ ഉത്സാഹമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. ഓ അവന്റെ ആമേൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഹല്ലേലൂയ. അപ്പോ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അവൻ തിരിച്ചറിഞ്ഞു. ഒരു വിത്ത് ആമേൻ അത് നിലത്ത് വീണ് ആമേൻ അത് ഉടഞ്ഞ് ആമേൻ അത് പൊട്ടി അത് ചത്ത് അതിൽ നിന്ന് അനേക ഗോതമ്പ് മണി വെളിയിൽ വരുന്നത് പോലെ ഹല്ലേലൂയ. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും എന്നുത്തരം പറഞ്ഞു. അപ്പോ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് വെട്ടിപ്പിടിച്ച് മണിസൗധങ്ങൾ ഉണ്ടാക്കി ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുവാനല്ല പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഈ ലോകത്തിലെ ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷവും അവൻ ചെലവഴിച്ചതാ. ഇന്ന് പകൽ എന്നെ
കേൾക്കുന്ന വാത്സല്യ സോദാവേ, വാത്സല്യ മാതാവേ, വാത്സല്യ പിതാവേ, കൂടപ്പറപ്പേ, കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന അഭിഷക്തന്മാരെ, നീ എന്തിനു വേണ്ടിയാ ഓടുന്നത്? നീ എന്തിനു വേണ്ടിയാ അധ്വാനിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ഓരോ മണിക്കൂറുകളും, ഓരോ നിമിഷവും, ഓരോ മിനിറ്റും ആമേൻ വലിയ ഇമ്പോർട്ടന്റ് ആയി കണ്ടുകൊണ്ട് ദൈവം ഏൽപ്പിച്ചത് നിവർത്തിയാക്കാനുള്ള ഉത്സാഹത്തോടെ അവൻ ജീവിക്കുവാൻ തക്കവണ്ണമിടയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, അവൻ നിന്റെ ഓരോ സമയവും, ഓരോ നിമിഷവും, ഓരോ മണിക്കൂറുകളും, ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ, ആമേൻ. ഇത് താൻ മരിപ്പാനുള്ള മരണ വിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു, പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് നീ പറയുന്നത് എങ്ങനെ? ഹല്ലേലൂയ. ഈ മനുഷ്യപുത്രൻ ആരെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ മനുഷ്യപുത്രനായി ജനിച്ച യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് സ്നേഹിത നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ചിലത് ചെയ്യുവാനാ, നിനക്ക് വേണ്ടി ചിലത് ചെയ്ത് താൻ ഇരിക്കുന്നിടത്ത് നിന്നെയും കൊണ്ട് ഇരുത്തുവാനാ, ദൈവത്തിന്റെ നാമം തന്നിലൂടെ മഹത്വപ്പെടുത്തുവാനാ അവൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കൾ, ഹല്ലേലൂയ, അഭിഷക്തന്മാർ, ആമേൻ, അതേ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ഹല്ലേലൂയ. ലക്ഷ്യമുണ്ടായിരിക്കണം, ഉത്സാഹമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മടിയൻ കൊതിച്ചിട്ടും ഒന്നും എന്ത് ചെയ്യുന്നില്ല, നേടുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. അടുത്ത മാസം ഡിസംബർ 31-ാം തീയതി എഴുന്നേറ്റ് നിന്ന് ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും ഈ വർഷം ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വർഷം ദൈവം എനിക്ക് അനുവസരം തരുന്നെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ചെയ്യും. ഹലോ, ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? തന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നിട്ട് ആമേൻ ഓരോ ആണ്ടിലും എഴുന്നേറ്റ് നിന്ന് പറയുകയായിരുന്നില്ല. അവന്റെ ഈ ലോക ജീവിതത്തിൽ അവന്റെ ചെറുപ്രായം തൊട്ട് ഈ ഭൂമിയിൽ അവന്റെ അവസാന നിമിഷം വരെ അവനെ ഏൽപ്പിച്ചത് അവൻ കൃത്യമായി നിവർത്തിച്ചു. ഹല്ലേലൂയ. സ്നേഹിത, നീ രക്ഷിക്കപ്പെട്ടിട്ട് നാളെത്രയായി? നീ സ്നാനപ്പെട്ടിട്ട് കാലമെത്രയായി? നീ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി? നീ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി? ഇത്രയും കാലം ദൈവം നിന്നെ ഏൽപ്പിച്ചത് ചെയ്തെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. 17-ാം അധ്യായം 4-ാം വാക്യം. ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഇന്ന് പകൽ ആരെയാ മഹത്വപ്പെടുത്തിയത്? ഈ ദിവസങ്ങളിൽ നീ ആരെയാ മഹത്വപ്പെടുത്തിയത്? നിന്റെ പ്രസംഗത്തിലൂടെ, നിന്റെ ആരാധനയിലൂടെ, നിന്റെ ആമേൻ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ, നിന്റെ ആമേൻ അത് കാരുണ്യ പ്രവർത്തനത്തിലൂടെ, നിന്റെ ചാരിത്യ പ്രവർത്തനത്തിലൂടെ, ഹല്ലേലൂയ, നീ ആരെയാ മഹത്വപ്പെടുത്തിയത്? നിനക്ക് പേരും പെരുമയും ഉണ്ടാകുക. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ഇച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ഇച്ചു ചെയ്യും ക്രിയകൾ. അല്ലേ? ഹല്ലേലൂയ. സ്വന്തം പേരിനു വേണ്ടി, സ്വന്തം പെരുമയ്ക്ക് വേണ്ടി, സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി ആമേൻ സാത്താൻ ഇവിടെ ആമേൻ പരസ്യവും ആമേൻ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. നിന്റെ പ്രസംഗത്തിലൂടെ, നിന്റെ പാട്ടിലൂടെ, നിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ. പ്രിയ ശ്രോതാവേ, ആരെയാണ് മഹത്വപ്പെടുത്തിയത്? നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വ്യക്തിയാണോ? ഫ്ലക്സ് അടിച്ചാലും, നോട്ടീസ് അടിച്ചാലും, ബാനർ കെട്ടിയാലും, ഹല്ലേലൂയ, ആരുടെ നാമം മഹത്വപ്പെടണം? ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചുമിരിക്കണം.
ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിച്ച ആ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? തിരിച്ചറിയുന്ന ആ പ്രവൃത്തി ആമേൻ അത് തികയ്ക്കുവാൻ തക്കവണ്ണമിടയാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ ഗലീലയിലുള്ള പ്രസംഗം കേട്ട് ഒന്നാമനായി യേശുവിനെ അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിച്ച പത്രോസ് ഭയങ്കര തീഷ്ണതയുള്ളവനായിരുന്നു. അവന്റെ തീഷ്ണതയെ കുറിച്ച് പറയുമ്പോ ആമേൻ അതെ 18-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നത് യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞ യേശു കർത്താവിനെതിരെ ആരെങ്കിലും ശബ്ദം ഉയർത്തിയാൽ അവനെ കൊല്ലാനുള്ള വാശിയുണ്ട് ആർക്ക്? പത്രോസിന്. അതുകൊണ്ടല്ലേ അവൻ വാളും ഉറയിൽ എടുത്ത് കാത് വെട്ടിയത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. നോക്കണേ, പത്രോസ് ആവേശം കൊണ്ട് വെട്ടിയതല്ല, യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് വെട്ടിയതാണ്. ഹല്ലേലൂയ. എന്താ കാരണം? യേശു ഉണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ കൊല്ലാൻ നോക്കുന്നവർക്ക് വേണ്ടി ആമേൻ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാകുക. നോക്കട്ടെ, യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ഒറേ കിടന്ന വാളെടുത്ത് എന്ത് ചെയ്തു? വെട്ടി. നല്ല കാര്യമല്ലേ? യേശു ആ നല്ലതെന്ന് കണ്ട് ആമേൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോ? ഇല്ലെന്നേ. യേശുവിന് വേണ്ടി ആമേൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് യേശു പറഞ്ഞു കൊടുത്തു. ആമേൻ. വാളെടുക്കുന്നവൻ വാളാൽ വാളൊറയിലിടാൻ പറഞ്ഞു. ആമേൻ. പടയാളിയുടെ ആമേൻ അറ്റുപോയ ചെവി എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ പിതാവ് ഏൽപ്പിച്ച ആ ശുശ്രൂഷ. ഹല്ലേലൂയ. ആമേൻ വാളുകൊണ്ട് അതെന്ന് ചെയ്യേണ്ടത് സ്നേഹം കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച യേശു പത്രോസിന്റെ മുമ്പിൽ തന്നെ പിടിക്കാൻ വന്ന പടയാളിയെ സ്നേഹിച്ചിട്ട് അവന്റെ ചെവിയെടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ വാള് ഉറയിലിടുക. ഹല്ലേലൂയ. ഓ സെന്ററിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, ലോക്കലിന് വേണ്ടി വഴക്കും വയ്യാലും ഉണ്ടാക്കുന്ന ആമേൻ അനേകരുണ്ടെന്ന് ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിച്ച പ്രവൃത്തി. ഹല്ലേലൂയ. ഇതാണ് വഴക്കും വയ്യാവേലി. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു ആമേൻ പത്രോസിനോട് വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അഭിഷക്തരെ, മാതാവേ, പിതാവേ, വാളുകൊണ്ടല്ല പ്രാർത്ഥന കൊണ്ട് ഗെത്സമനയിൽ അതേ മുട്ടുമടക്കിയ ആ ബ്ലഡ് രക്ത പോലെ അവേ വിയർപ്പ് തുള്ളി പോലെ അവേ പ്രാണവേദനയിൽ ഗെത്സമനയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോ അവേ ദൂതനെ അയച്ച് ശക്തീകരിച്ച ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. നോക്കണേ, നീ സമയത്തിന് മുമ്പേ തീർന്നു പോകുവാൻ ദൈവം അനുവദിക്കുന്നവനല്ല. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ദൈവം ചെയ്തെടുക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവം ചെയ്തെടുത്തിട്ട് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് നീക്കത്തുള്ളൂ. ഹല്ലേലൂയ. യേശു കർത്താവ് ഒരിക്കൽ പോലും ആമേൻ ദൈവഹിതമല്ലാത്തതൊന്നും ചെയ്യുവാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് പത്രോസ് ആമേൻ അത് യേശു കർത്താവിന് വേണ്ടി വാളെടുത്ത് വെട്ടിയപ്പോൾ അത് പിതാവിന്റെ ഹിതമല്ലെന്ന്. നിന്റെ ഭാര്യക്കെതിരെ, നിന്റെ ഭർത്താവിനെതിരെ, നിന്റെ മക്കൾക്കെതിരെ, നിന്റെ സഹോദരങ്ങൾക്കെതിരെ, നിന്റെ കൂടപ്പുറപ്പിനെതിരെ ദൈവഹിതമല്ലാത്തത് ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. യേശു കർത്താവിന് വേണ്ടിയാ അവൻ വാളെടുത്തത്. യേശു കർത്താവ് പറഞ്ഞു ആമേൻ വാള ഉറയിലിടുക. ആമേൻ. ദൈവ നാമമഹത്വത്തിന് വേണ്ടി ആമേൻ നിന്റെ ഹിതമൊന്നും ചെയ്യണ്ട, ദൈവത്തിന്റെ ഹിതം മാത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. ആമേൻ. അതെ, പിതാവ് ലക്ഷ്യത്തോടു കൂടിയാ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആ ലക്ഷ്യം നന്നായി അറിയുന്നവൻ, ആ ഉദ്ദേശം മനസ്സിലാക്കിയവൻ തന്റെ കൂടെയുള്ള പത്രോസിനോട് പറഞ്ഞു, പത്രോസേ നീ വാള ഉറയിലിട്. ഇന്ന് രാത്രി നിന്റേതാകുന്ന പ്രവൃത്തികളെല്ലാം അവസാനിപ്പിച്ചിട്ട് തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായ നിന്നിലൂടെ ആയിരങ്ങൾ ദൈവസഭയുടെ അന്നമായി മാറത്തക്ക വിധത്തിൽ ഒരഭിഷേകം നിന്റെ മേൽ പകരുവാൻ ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന്റെ മകത്തിൽ. ഹല്ലേലൂയ. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവണ് വീണ്, പിതാവേ
കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. അത് ഈ കവണ് വീണുക എന്ന് പറയുമ്പോ ചിലർ പറയാറുണ്ട്, എന്ത് പാപം ചെയ്തിട്ട് ആ കർത്താവിന്റെ കാലിലേക്ക് അങ്ങ് വീണാ മതി. അത് ഒരു ശാപവും വരത്തില്ല, ഒരു പാപവും വരത്തില്ല. ഹല്ലേലൂയ. എന്നാ പിന്നെ പത്രോസിനോട് പറയായിരുന്നല്ലോ, പത്രോസേ നീ ചെയ്തത് കുഴപ്പമില്ലടാ, വാളെടുക്കുന്നവൻ വാളാൽ ഇനി മേല, ഹല്ലേലൂയ, നീ വാളെടുത്തു പോയേക്കരുത്. തമ്പുരാന്റെ പ്രവർത്തിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഇതൊന്നും എനിക്ക് ശീലമില്ല. ഹല്ലേലൂയ, ആമേൻ. അതെ, പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവണ് വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഹല്ലേലൂയ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. അവൻ പാപം ചെയ്തിട്ട് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീണ് പ്രാർത്ഥിച്ചതല്ല. ഹല്ലേലൂയ. ഗദസമനയിൽ ആയിരിക്കുന്ന സമയത്ത് അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വചനങ്ങൾ നിവൃത്തിയാകാ സമയമായെന്ന് മനസ്സിലായപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ ഹൃദയം പൊട്ടുന്ന വേദനയിൽ അവൻ അപേക്ഷിച്ചു. ഹല്ലേലൂയ. ഉടൻ തന്നെ അവൻ ഉൾക്കൊണ്ടു, അവൻ പരിജ്ഞാനം പ്രാപിച്ചു. ഹല്ലേലൂയ. ഞാൻ ഈ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ലക്ഷ്യം ഇത് തന്നെയാണല്ലോ, അതുകൊണ്ട് എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആമേൻ, അതെ, ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണ്? അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനാ. അങ്ങനെയെങ്കിൽ നിന്നെ രക്ഷിപ്പാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനും വേണ്ടിയാണ് യേശു ക്രൂശിൽ യാഗമായി തീർന്നത്. അങ്ങനെയെങ്കിൽ സഹോദര സഹോദരി, നിന്റെ വിഷയത്തിന്റെ വിടുതലുണ്ട്, നിന്റെ തലമുറയ്ക്ക് വിടുതലുണ്ട്, നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ട്, നിന്റെ നഷ്ടപ്പെട്ട നന്മയെ തിരികെ പ്രാപിക്കുവാൻ നിനക്ക് അവസരമുണ്ട്. കരപടിച്ച കർത്താവിന് മകൻ. ഹല്ലേലൂയ. ഈ കർത്താവായ യേശു ക്രിസ്തു ആമേൻ യോർദാനിലേക്ക് നടന്നു വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാന് മനസ്സിലായെന്ന് യേശു എന്തിനാ വന്നേന്ന്. യേശു എന്തിനാ വന്നേ? കടം മാറ്റാ. യേശു എന്തിനാ വന്നേ? ഹല്ലേലൂയ. പനി മാറ്റാ. യോഹന്നാൻ സ്നാപകന് യേശു വരുന്നത് കണ്ടപ്പോ മനസ്സിലായി, വർഷങ്ങൾക്കപ്പുറം പിശാചിന്റെ തലയെ തകർക്കുക സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ ദാ വരുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ യേശുവിന്റെ ഈ ലോക ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവവചനത്തിൽ അനവധി നിരവധി ആമേൻ കാര്യങ്ങൾ യേശു കർത്താവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ, ഈ ലോക ജീവിതത്തിലെ തന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ യേശു കർത്താവ് ഇവിടെ പരസ്യമായി നിൽക്കുകയാ. എന്തിനു വേണ്ടി? തന്നെ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. ഹല്ലേലൂയ. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്തിരിക്കുന്നു? പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ കാൽവരിയിൽ ഉയർത്തിയ ആ കുരിശിൽ ആമേൻ പരസ്യമായി തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ നോക്കുമ്പോൾ ഒരു പാപി മനസ്സിലാക്കണം, ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ, ആ ക്രൂശ് മരണത്തെ നീ സ്മരിക്കുമ്പോൾ
നീ ഓർക്കണം, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാ, നിന്റെ നിത്യ രക്ഷയ്ക്ക് വേണ്ടിയാ യേശു ഈ ഭൂമിയിൽ വന്നതും ആമേൻ യേശു ക്രൂശിൽ യാഗമായി തീർന്നതും. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ ജനനവും ക്രിസ്തുവിന്റെ ആമേൻ മരണവും ക്രിസ്തുവിന്റെ അടക്കും എല്ലാം തിരുവെഴുത്തിൻ പ്രകാരമായി. ഹല്ലേലൂയ. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, ഇനി ജീവിക്കുന്നത് തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തുന്നവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഇനി ഇവിടെ ഒന്നും ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ഓടരുത്. ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി എല്ലാം ദൈവം തന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് അനുഭവിക്കാതെ അതെ കർത്താവ് അതെ നൽകിയത് തിരിച്ചറിഞ്ഞ്, കർത്താവ് എന്നെ എന്തിനാണ് ആക്കിയിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് സമയം ആഗതമായി കൊണ്ടിരിക്കുകയാണ്. അതെ, കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുന്നതിന് മുമ്പ് അല്ല, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ദൈവം ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുക. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടത്തി. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം? ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് ഹല്ലേലൂയ സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടത്തി. ഹല്ലേലൂയ. വീട്ടിലെങ്ങനെയാ? നാട്ടിലെങ്ങനെയാ? ആമേൻ. സെൽഫിഷായി. ഹല്ലേലൂയ. ദൈവത്തിന് തന്നെത്താൻ. ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പിയ ലേഖനം 2-ാം വാക്യത്തിൽ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ താഴ്മ വേണം, വിനയം വേണം. ഹല്ലേലൂയ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. നിന്റെ ലളിതമായ ആ താഴ്മയുള്ള വിനയമുള്ള ജീവിതം. ഹല്ലേലൂയ. നോക്കുക, യേശുവിനെ ആരും താഴ്ത്തിയില്ല, യേശു സ്വയം താഴുകയും ചെയ്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ പുകഴുവാൻ ഒത്തിരി ഉണ്ടായിരുന്നു, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് പുകഴുവാൻ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെത്താൻ ശ്രേഷ്ഠനെന്ന് കാണാതെ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് കണ്ട് ഇന്ന് രാത്രി ആ ഭാവം തന്നെ നമ്മളിലും ഉണ്ടാകട്ടെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അല്ലെങ്കിൽ എന്നെ രക്ഷിക്കാനാണ് യേശു വന്നത്. പൗലോസിന് പിടികിട്ടി. സമ്മതിക്കോ? അല്ലെങ്കിൽ രാത്രി ആ സമ്മതം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെയാ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നത്. ഒന്നാമനായ പത്രോസ് ആമേൻ 2 ലേഖനം എഴുതി നിർത്തിയപ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ദൈവസഭയ്ക്ക് അനവധി ലേഖനങ്ങൾ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. 3000 പേരെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ പത്രോസിനെ ദൈവം ഉപയോഗിച്ചപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ആമേൻ 1-2 മിഷണറി യാത്രയിൽ അനവധി നിരവധി സഭകൾ സ്ഥാപിക്കുവാൻ പൗലോസിനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. ഇന്ന് രാത്രി സമ്മതിക്ക്, ആ പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഹല്ലേലൂയ. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും ഹല്ലേലൂയ തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ ആ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിനും അവകാശിയുമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ അതെ മറ്റുള്ളവരെക്കാൾ ഒരു പടിയും കൂടെ ഉയരത്തക്ക വിധത്തിൽ ആമേൻ അതെ നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തര. നീ താഴാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. ആ പാപികളിൽ ഒന്നാമന് ഞാനെന്ന് പറയാൻ പൗലോസ് ശങ്കിച്ചില്ല. ഹല്ലേലൂയ. നീതിമാനാണെന്ന് ചമയാൻ ആമേൻ പൗലോസ് തയ്യാറായില്ലെന്ന്
ആമേൻ. നീ ചെയ്ത തെറ്റ് ആര് കണ്ടില്ലെങ്കിലും സ്വർഗം കാണുന്നുണ്ട്. ഇന്ന് രാത്രി ഒന്നാമനായി ആ പാപികളിൽ ഒന്നാമനായി സമർപ്പിക്കപ്പെട്ടപ്പോ ഹല്ലേലൂയ തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവത്താൽ ഉയർച്ച വരികയാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണവീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ആമേൻ. ഓ എന്തൊരു വിടുതല! ഇന്ന് രാത്രി മരണഭീതിയിൽ കഴിയുന്നവരെ വിടുവിപ്പാൻ അത്രേ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് അതെ ഇറങ്ങി വന്നത്. ഓ തന്റെ മരണത്താൽ നീക്കി ഹല്ലേലൂയ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിപ്പിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ ജനനത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മരണഭീതിയിൽ കഴിയുന്ന നിത്യനാശത്തിന് ഇരയായിരിക്കുന്ന ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ വിശ്വസിക്കുന്നതിലൂടെ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി സോദോമിന്റെ നാശത്തിൽ നിന്ന് ലോകത്തിനെ വിടുവിച്ച സ്വർഗ്ഗത്തിലെ ദൈവ സഹോദര സഹോദരി നിന്റെ പ്രാർത്ഥനയുടെ ഫലമാ ചില പ്രിയപ്പെട്ടവർ, ചില കുടുംബങ്ങൾ, ചില തലമുറകൾ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും അവൻ ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. അവൻ നമ്മോട് സദൃശനായവൻ, പാപവഴി സകലത്തിലും സദൃശനായവൻ. ഹല്ലേലൂയ. അവൻ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇനി ആമേൻ ഇവിടെ കാളയുടെ രക്തം വേണ്ട, ആട്ടുകൊറ്റന്റെ രക്തം വേണ്ട, പ്രാവിന്റെ രക്തം വേണ്ട. ഒരിക്കലായി ഹല്ലേലൂയ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ആമേൻ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. ആമേൻ. ഇനി പുരോഹിതന്മാര് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആമേൻ അതെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആമേൻ മറനീക്കി കേറിപ്പോകേണ്ട കാര്യമില്ലെന്ന് പാരമ്പര്യം വിട്ട ആമേ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു ആമേ നിനക്കൊരുക്കിയിരിക്കുന്ന വീണ്ടെടുപ്പ് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. യഥാർത്ഥമായ ഒരു ആരാധനയിലേക്ക് ദൈവജനത്തെ നയിപ്പാൻ അനേകര് ലോകത്തിൽ ഇറങ്ങി വന്നെങ്കിലും അവരെ കൊണ്ടൊന്നും യഥാർത്ഥമായ ആരാധനയിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരുവാൻ മാനവരാശിയെ നയിപ്പാൻ കഴിയാതെ പോയപ്പോ യഥാർത്ഥമായി ഹല്ലേലൂയ ആമേൻ നിഷ്കളങ്കനായി യേശു ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അതിനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ഹല്ലേലൂയ. ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, യഥാർത്ഥമായ ആരാധനയിലേക്ക്, നിത്യ ജീവനിലേക്ക്, നിത്യ രക്ഷയിലേക്ക്, ഹല്ലേലൂയ ആമേൻ, നിത്യ വീണ്ടെടുപ്പിലേക്ക്, ഹല്ലേലൂയ. അപ്പോ
ഒരു വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിലൂടെ നിനക്കുണ്ട്. ശരിയായ ആരാധനയിലേക്ക് നിനക്ക് പ്രവേശനമുണ്ട്. ആമേൻ. നിത്യജീവന് അവകാശിയാകാൻ ആണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥൻ യേശുവാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ യേശുവാണ്. ഹല്ലേലൂയ. ആ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി ആമേൻ കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും ക്രൂശിലെ യാഗമായിരുന്നു. ഹല്ലേലൂയ. ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഹല്ലേലൂയ സൽഗുണ പൂർത്തി എന്ത് ചെയ്തിരിക്കുകയാണ്? വരുത്തിയിരിക്കുകയാണ്. സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. സ്നേഹിത, നമുക്ക് വേണ്ടി നഗരവാതിലിന് പുറത്തു വെച്ച് യേശു കഷ്ടം എന്ത് ചെയ്തു? അനുഭവിച്ചു. നാം പാപം സംബന്ധിച്ച് അവൻ മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ലോകം ആമേൻ അതെ തീർന്നുവെന്ന് പറയുന്നിടത്ത് ആരംഭം കുറിക്കുന്നവൻ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് ലഭ്യമായ നന്മകളെ അനുഭവിക്കുവാൻ കഴിയാതെ പിശാച് ഒതുക്കിയിട്ടിരിക്കുന്ന മേഖലകളെ പൊട്ടിച്ച് ആമേൻ ജയാളിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി അരിമനാഥന്റെ ഈ ലോക ജീവിതത്തിൽ നിവർത്തീകരിച്ചത് എന്തൊക്കെയാണെന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ കർത്താവേ ആ നിവർത്തീകരിച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ. ഇന്ന് രാത്രി അത് ക്ലെയിം ചെയ്യുവാൻ, അത് റിസീവ് ചെയ്യുവാൻ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സകല പൈശാചിക പ്രവൃത്തികളെ അടിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചെന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. ഹല്ലേലൂയ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായ എന്നേക്കും മഹത്വവും ഹല്ലേലൂയ ബലവും. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു സകലതും പൂർത്തിയായി എന്ന് തന്റെ പിതാവിനോട് പറയുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. അവൻ തന്റെ ജനത്തെ തന്റെ രക്തത്താൽ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ രക്ഷയും പാപത്തിൽ നിന്നുള്ള മോചനവും അവൻ എല്ലാവർക്കും സാധ്യമാക്കി. ഹല്ലേലൂയ. ഈ ജോലി, ഈ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് യേശു കർത്താവ് തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞത്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ യേശു അവരോട് പറഞ്ഞത് ഇങ്ങനെയാ: നിങ്ങൾ ഭൂലോകത്തേക്കേയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി. കർത്താവിന്റെ ഈ ലോക ജീവിതത്തെ ഉദ്ദേശം എന്താണെന്ന് ലോകത്ത് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കുന്നത് എന്താ? വിടുതൽ പ്രാപിച്ചോ? എന്ത് പ്രാപിച്ചോ? ഹല്ലേലൂയ. ആമേൻ. നീ പ്രാപിക്കാൻ വേണ്ടി യേശു ക്രൂശിൽ യാഗമായി. അത് നീ കേട്ട് പ്രാപിക്കേണ്ടത് പ്രാപിക്കുക. ഹല്ലേലൂയ. ക്രിസ്തു ആമേൻ ഈ ലോകത്തിൽ വന്നതിന്റെ ലക്ഷ്യം
എന്തായിരുന്നു എന്നാ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വന്നത് കൊട്ടൻ ചുക്കാതി വിൽക്കുന്ന വൈദ്യനെ പോലെയല്ല. ആ മുട്ടുവേദനയും ഇടുപ്പ് വേദനയും അനേകർ ഇന്ന് ഓടുന്നത് എന്തിനാണെന്നറിയോ? വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? പാസ്റ്ററെ ഇടുപ്പ് വേദനയാ, പാസ്റ്ററെ വയറുവേദനയാ, പാസ്റ്ററെ കടവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്താ? നിത്യത, വീണ്ടെടുപ്പ്, യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയ. ഇത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറിയ, ഹല്ലേലൂയ, അവന്റെ അടിപ്പണികളാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്താൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്താ പ്രസംഗിക്കേണ്ടത്? മാനസാന്തരം, പിന്നെ പാപമോചനം. ഈ പാപമുണ്ടെങ്കിൽ സകല പ്രശ്നം ഉണ്ടാകുന്നേ. പാപം ഗർഭം ധരിച്ച്, മോഹൻ ഗർഭം ധരിച്ച് പാപത്തെ എന്ത് ചെയ്യും? പാപത്തിന്റെ ശമ്പളം എന്താ? അമ്മേ. ഹല്ലേലൂയ. അവൻ ചെയ്യുവാൻ വന്ന വേല അവൻ പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. അവൻ ക്രൂശിൽ ഇനി കഷ്ടം അനുഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഇറ്റ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായി, എല്ലാം നിവർത്തീകരിച്ചു. ഹല്ലേലൂയ. തന്റെ ആടുകള് അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആടുകൾക്ക് വേണ്ടി അവൻ തന്റെ ജീവനെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആമേൻ. അതെ, യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ എന്താണ് ചെയ്യേണ്ടത്? ഈ സത്യം വിശ്വസിക്കുക. എന്നിരുന്നാലും യേശുവിന്റെ മണവാട്ടി എന്ന നിലയിൽ പിതാവ് തന്നെ ആമേൻ അതെ തന്നോട് അടുപ്പിക്കുവാൻ, ഹല്ലേലൂയ, അതെ ആമേൻ അതെ വേർതിരിച്ചിരിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനുസരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, വിശ്വസിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സഭാപ്രസംഗി ആമേൻ 1:9 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഉണ്ടാകുവാനുള്ളതും ആമേൻ ചെയ്തു കഴിഞ്ഞതും ചെയ്യുവാനുള്ളതുമാകുന്നു, സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നുമില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി ഒരു മനുഷ്യന് വേണ്ടി പുതിയതായി ചെയ്യാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. രക്ഷിക്കപ്പെടുവാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. മടിയന് ആമേൻ ഹല്ലേലൂയ എന്ത് പ്രാപിക്കാൻ കഴിയത്തില്ല? ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവവചനം, സമയം, ജോലി, പണം, തൊഴിൽ, ആമേൻ ഹല്ലേലൂയ മുതലായവയെ കുറിച്ച് ഹല്ലേലൂയ മടിയന് ഭയങ്കര ആശയും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒന്നും കിട്ടത്തില്ല, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം എന്താ? ഹല്ലേലൂയ മടിയാണ്. എന്നാൽ ഉത്സാഹമുള്ളവർക്ക് അവരുടെ നല്ല ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും. കാരണം അവർക്ക് ശരിയായ ശീലങ്ങൾ ഉള്ളതിനാൽ. ഹല്ലേലൂയ. അവർക്ക് അത് നേടിയെടുക്കുവാൻ കഴിയും. ദൈവമക്കളെ, ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്, നീ നേടിയെടുക്കാൻ തയ്യാറാണ്. ആമേൻ. നിനക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്ത ദൈവം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നവൻ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കുക. ഹല്ലേലൂയ. ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. ആമേൻ. വചനം വായിക്കുന്നുവെങ്കിൽ അത് ഉത്സാഹം. സമയം നഷ്ടപ്പെട്ടു ഒരു ജോലിക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആമേൻ നീ അതിനു വേണ്ടി ഉത്സാഹത്തോടെ ചെയ്യേണ്ടത് ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. സമൂഹത്തെ ആമേൻ അത് മികച്ചതാക്കാൻ നിങ്ങൾ ദൈവത്തിനും
മറ്റുള്ളവർക്കും വേണ്ടി ഹല്ലേലൂയ എന്താണ് ചെയ്യുന്നത്? ഹല്ലേലൂയ ആമേൻ. ഉത്സാഹമുള്ളവരായിരിക്കുക. ദൈവം നിങ്ങളുടെ കൈകളുടെ പ്രവർത്തനത്തെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണമിടയായി. സമൂഹത്തിന്റെ വളർച്ചയിൽ ഹല്ലേലൂയ അതിന്റെ വികസനത്തിനും ഹല്ലേലൂയ ആമേൻ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ഉതകുന്ന വിധത്തിൽ ഉത്സാഹമുള്ള, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവവചനം വായിക്കുന്ന, ശുശ്രൂഷിക്കുന്ന നിന്നെ ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ ആമേൻ. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യും. അലസത ഒഴിവാക്കി, മടി ഒഴിവാക്കി, ആമേൻ അതെ ഉറക്കം ഒഴിവാക്കി. ഹല്ലേലൂയ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞു. ആമേൻ. ആ ലക്ഷ്യത്തോടെ ആമേൻ ആ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഹല്ലേലൂയ ജാഗ്രതയോടെ ജീവിക്കുക അവിടുന്ന് കൃപ നൽകണമേ. ഹല്ലേലൂയ അവിടുത്തെ വചനം വായിക്കുക. ഹല്ലേലൂയ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ആമേൻ. ജോലി മേഖലയിലാകട്ടെ ഞങ്ങളുടെ സമയം വൃഥാ നഷ്ടപ്പെടുത്താം. ഹല്ലേലൂയ ആമേൻ. യേശുവിന്റെ നാമത്തിൽ അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് ആനന്ദമായി മാറത്തക്ക വിധത്തിൽ ഉത്സാഹത്തോടെ അങ്ങേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗ്ഗം അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. 9744403489 എന്ന നമ്പറിൽ അറിയിക്കുക. യൂട്യൂബിൽ ഞങ്ങളുടെ ആമേൻ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും. യൂട്യൂബ് സെർച്ച് ചെയ്യാത്തവർ സെർച്ച് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ശുഭരാത്രി.